മനസ്സിലായില്ല അല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വന്ന് കണ്ടത്. ടാറ്റയുടെ ഒരു പ്രതിനിധി വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എന്നെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുകയും ഇടതുപക്ഷ ഗവൺമെൻറ് MOU സൈൻ ചെയ്ത ഒരു അവർ ഇൻവെസ്റ്റ്മെൻറ്റിൽ അപ്ലൈ ചെയ്ത കൊച്ചിയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 300 കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ തീരെ അറിഞ്ഞിട്ടില്ല എന്നല്ല, അതിപ്പോൾ ആ 300 കോടിയിൽ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതിനിധികൾ വന്ന് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടുമുണ്ട് കാര്യം. പക്ഷെ അത് ഈ LDF പറയുന്ന ഗവൺമെൻറ് തന്നെ തുടർച്ചയല്ലേ. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്ന പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോയി അത് യാഥാർത്ഥ്യമാക്കലാണല്ലോ ഞങ്ങളുടെ പണി. അതിലൊരു സ്റ്റെപ്പ് ഫോർവേഡ് ഉണ്ടായിട്ടുണ്ട് ടാറ്റയുടെ. പിന്നെ എമൗണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. മൊത്തം ഇൻവെസ്റ്റ്മെന്റ് കാര്യമാണ് പറഞ്ഞത്. ഇല്ല, ഇപ്പോൾ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒഫീഷ്യലായിട്ട് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ടാറ്റയുടെ പ്രതിനിധി ബഹുമാന മുഖ്യമന്ത്രിയും എന്നെയും വന്ന് കണ്ടു. ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കാലത്തുണ്ടായ പുരോഗതിയാണ്, അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ കാലത്തുണ്ടായ കാര്യം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവർ വന്നു, ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അവർ വന്നു, ചർച്ച നടത്തി, അത് ഫോർവേഡാണ്. അതും മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും അത് മുഖ്യമന്ത്രി മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിച്ചല്ലോ. ടാറ്റയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ കേരളത്തിലുണ്ട്. അത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് MOU ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളെ സമയത്ത് അവർ ഔദ്യോഗികമായിട്ട് വന്ന് കണ്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് മലബാർ സിമെന്റും ഒക്കെ ആയിട്ടുള്ള ഒരു കരാറായതുകൊണ്ട് ഇനി എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല. വി.ഡി. സതീശന്റെ മുന്നില് ഇങ്ങനെ മുട്ടുകുത്തി അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ കാലിൽ വീണ് ആ കാല് നക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷവും, അതുപോലെ തന്നെ ആ പ്രതിപക്ഷം എന്ന് പറയുന്ന CPM കൃമികീടങ്ങളുടെ വാക്കുകൾ അത് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മാധ്യമ മാപ്രകളും ഇപ്പോ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. വല്ലാത്തൊരു ഗതികേടാണ്. വിഴിഞ്ഞം വിഷയം മുതല് വിഴിഞ്ഞം, അതിനുശേഷം വഖഫ്, അതിനിടയിൽ കൂടി കേരളത്തിലെ ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോ ടാറ്റ ഇന്നലെയൊക്കെ പറഞ്ഞത് ടാറ്റ യാതൊരു രീതിയിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. ആനയാണ്, ചേനയാണ്, മാങ്ങയാണ്, മാങ്ങാത്തൊലിയാണ് എന്നൊക്കെയാണ്. ഒരൊറ്റ ചിത്രം, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തില് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ടാറ്റയുടെ ഏതെങ്കിലും ഞാനൂലുകളല്ല, ടാറ്റയുടെ വേണ്ടപ്പെട്ടവര് തന്നെ ഈ വിഷയത്തില് മുഖ്യമന്ത്രിയെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കണ്ട് വളരെ കൃത്യമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറയുന്നതല്ല, ആരെങ്കിലും വിളിച്ച് പറയുന്നതല്ല, ദൃശ്യങ്ങൾ സംസാരിക്കും. ഇവിടെ എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? വളരെ കൃത്യമായിട്ട് പ്രേക്ഷകർ വിചാരിക്കും ഇവരെന്താ ഈ കണ്ണടൊക്കെ വെച്ച് വന്നിരുന്നത്. വേറൊന്നല്ല കേട്ടോ, ഇന്നലെ രാത്രി പറ്റിയൊരു സംഭവമാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ദാ ഈ ഒരു കണ്ണ് ഇങ്ങനെയാണുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ തൽക്കാലം ഒരു കണ്ണട എടുത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. എന്താണ് സംഭവം എന്നൊരു പിടുത്തമില്ല. അപ്പോ അതിങ്ങനെ കവർ ചെയ്യാതെ കാണുന്നത് ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കവർ ചെയ്തിട്ടിരിക്കാന്ന് കരുതിയത്, മനസ്സിലായില്ലേ? ഇപ്പോ മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്നെ വലത്താട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞില്ലേ, അതുപോലെ വലതു ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഇടത് ഭാഗം എന്താണെന്നില്ല അറിയാൻ പറ്റുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഗവൺമെന്റിനെതിരെ വി.ഡി. സതീശനെതിരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ, അത് വളരെ കൃത്യമായി പറയുന്നത് 100% നുണയാണെന്ന് ബോധ്യത്തോടു കൂടി നുണകൾ സർക്കാരിനെതിരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഗവൺമെന്റില്
ഈ ഗവൺമെന്റിലെ ഒന്നാം ടാർഗറ്റ് വി.ഡി. സതീശനാണെങ്കിൽ രണ്ടാം ടാർഗറ്റ് മുസ്ലിം ലീഗാ. ഒന്നാം ടാർഗറ്റ് സതീശനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടാം ടാർഗറ്റ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ മാപ്രകളുടെ കുത്തിത്തിരിപ്പ് വിവാദങ്ങളിലും, ഈ വിവാദങ്ങളൊക്കെ എവിടെ ഉള്ളൂ? ഈ വിവാദങ്ങളൊക്കെ ഈ മാധ്യമങ്ങളിലാ ഉള്ളൂ. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു വിവാദങ്ങൾ ഉണ്ടോ? ഇല്ല. അപ്പോ ഈ മലക്കം മറിയാനും കാല് നക്കാനുമായിട്ട് പിണറായി വിജയന്റെ അടിമകളുടെയും ഗതികെട്ട അവസ്ഥ. ഗതികെട്ട അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞിട്ട് വഖഫ് വിഷയം വന്നു. വഖഫ് വിഷയത്തില് സർക്കാരിനെതിരെയും മുസ്ലിം ലീഗിനെതിരെയും ഭയങ്കര സംഭവമാണ്. എന്താണ്? ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ ഇന്നലെ വഖഫ് ബോർഡിലെ പിണറായി വിജയൻ നിയമിച്ച ചെയർമാൻ KS ഹംസ, അതുപോലെ വഖഫ് ബോർഡ് മെമ്പർ ആയിട്ടുള്ള ഈ പറയുന്ന ഉമർ ഫൈസി മുക്കം, ഇവര് രണ്ടുപേരും സുപ്രീം കോടതിയിൽ പോയിരിക്കുക. എന്താ ഇവര് സുപ്രീം കോടതിയിൽ പറയുന്നത്? സുപ്രീം കോടതിയിൽ പറയുന്നത് ഞങ്ങൾക്ക് വഖഫ് ബോർഡ്, അവർ നിലവില് ബോർഡ് ചെയർമാനും മെമ്പറും ആണല്ലോ രണ്ടുപേരും, താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറയുന്ന കേന്ദ്ര നിയമമായിട്ടുള്ള 2 മുസ്ലിം അല്ലാത്ത വ്യക്തികളെ നിയമിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. അത് സർക്കാരാണ് നിയമിക്കേണ്ടത്. അവരെ 2 പേരെ നിയമിച്ചാൽ മതി. ഈ നിലവിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അമുസ്ലിമായിട്ടുള്ള ആളുകളെ നിയമിക്കാൻ പോകുന്നു, സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു. പിണറായി വിജയൻ നിയമിച്ച വഖഫ് ബോർഡിലെ ആളുകൾ പറയുന്നു അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ കസേര പോകാണ്ടിരുന്നാൽ മതി. കാരണം ഞങ്ങളെ നിയമിച്ചത് 2026 ഫെബ്രുവരിയിലാണ്. അതായത് ഒരു 4-5 മാസം കൂടെ ആകുന്നേ ഉള്ളൂ അല്ലെ? ഞങ്ങൾക്ക് ഇനിയും 4.5 കൊല്ലത്തിലധികം ബാക്കിയാണ്. എന്ന് പറഞ്ഞാല് ഞങ്ങൾ 5 കൊല്ലം ഇരിക്കേണ്ട കസേരയാണ്. ആ കസേര ഞങ്ങൾക്ക് പോകാൻ പാടില്ല. ഞങ്ങൾക്ക് കസേരയാണ് പ്രശ്നം. അല്ലാതെ പിണറായി വിജയൻ പറയും പോലെ ഇവിടെ മുസ്ലിമോ അമുസ്ലിമോ എന്നുള്ള കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കസേരയാണ് പ്രശ്നം. അവരെ 2 പേരെ നിയമിച്ചോട്ടെ, ഞങ്ങളെ എന്തിനാ പിരിച്ചുവിടുന്നേ? ഞങ്ങളുടെ കസേര അവിടെ നിർത്തി തരണമെന്ന് സുപ്രീം കോടതിയിൽ പറയാണ്. അപ്പോ ഇവിടെ സർക്കാരിൻ്റെതായ രീതികളില്ലേ? സർക്കാർ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന നിങ്ങളൊന്ന് ആലോചിക്കണം. എനിക്ക് ഇന്നലെ പിണറായി വിജയന്റെ പ്രസ്താവന കണ്ടപ്പോ മുതല് വല്ലാത്തൊരു അസ്വസ്ഥതയാ. കാരണം എന്താ അറിയോ? പിണറായി വിജയൻ പറയുന്നത് എന്താ? വഖഫ് ബോർഡില് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിയമിക്കാൻ വേണ്ടി സർക്കാർ കൂട്ടുനിൽക്കുന്നു. പിണറായി വിജയൻ വെച്ച 2 ഈ പറയുന്ന വഖഫ് ബോർഡ് അംഗങ്ങളെ അത്രയും അതില് 2 പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ആരാ? ഒന്ന് AA റഹീം, മറ്റൊന്ന് കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ. മനസ്സിലായില്ലേ? 2026 ഫെബ്രുവരിയിലാണ് നിയമിക്കുന്നത്. ഈ നിയമിക്കുമ്പോൾ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ MLA ആണ്, കുറ്റ്യാടിയിൽ നിന്നുള്ള MLA ആണ്. AA റഹീം MP ആണ്. ഞാനിങ്ങനെ നോക്കുമ്പോ ഇവര് 2 പേരുമാണ് ലോകത്തിലെ, കേരളത്തിലെ എന്നല്ല ലോകത്തിലെ മുസാഫിന്റെ നടുക്കണ്ടങ്ങള്. ഈമാൻ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന 2 വ്യക്തികള്, വിശ്വാസം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന 2 വ്യക്തികള്. 2 നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾക്ക് വിശ്വാസികളുടെ കാര്യത്തിൽ എന്താ, അവർക്ക് എന്താ റോള്? പൊന്നിരിക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം നോക്കാറില്ല, അതുപോലെ അവിടെ നിൽക്കേണ്ട ആവശ്യത്തിലേക്ക് പോകുന്നില്ല. അപ്പോ മലക്കം മറിയാനും തകിടം മറിയാനും സതീശന്റെ കാല് നക്കാനും മാത്രം വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറുന്ന അതിദയനീയമായ കാഴ്ച. എന്തൊക്കെ വാദങ്ങൾ കൊണ്ടുവന്നോ എല്ലാ വാദങ്ങളും തകർന്ന് തരിപ്പണമാകുന്നതിന്റെ കാഴ്ച, പൊട്ടിപ്പാളീസാകുന്നതിന്റെ കാഴ്ച അല്ലേ? അപ്പൊ ഇവിടെ ഇത് പൊട്ടുന്നതോ പൊളിയുന്നതോ അല്ല വിഷയം. ഇവർക്ക് മലക്കം പറയേണ്ടി വരുന്നതോ അല്ലെങ്കിൽ ഇവർ സതീശന്റെ കാല് നക്കേണ്ടി വരുന്നതോ അല്ല വിഷയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭരണം നഷ്ടപ്പെട്ടപ്പോ വളരെ കൃത്യമായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്നത് എല്ലാം ഏതെങ്കിലും ഒന്ന് മാത്രമല്ലല്ലോ. ഇവര് ജനങ്ങളോട് പറയുന്നതൊക്കെ പച്ച നുണകളാണ് എന്നുള്ളതാ. പച്ച നുണ അല്ലേ?
പച്ച നുണയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അത്രയും നുണയാണെന്ന് ബോധ്യമുണ്ടായിക്കോട്ടെ. ഇപ്പൊ ഇന്നലെ ഈ പിണറായി വിജയൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ വഖഫിന്റെ കാര്യത്തില്, അല്ലെങ്കിൽ ടാറ്റയുടെ കാര്യത്തില്, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലൊക്കെ ഓരോ പ്രസ്താവനകൾ നടത്തുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം ആ ചങ്ങാതിക്ക് ഇത് അറിയില്ലേ? ഞാൻ പറയുന്നത് നുണയാണ്, ഞാൻ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? കാരണം ഈ പറച്ചില് ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം എന്നറിയോ? ഈ പറച്ചിലുകള് എവിടെ നടക്കുള്ളൂ? വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നില് ഈ മാധ്യമ സമ്മേളനം നടത്തുമ്പോഴാണ് ഈ നുണ പറയാൻ പറ്റുള്ളൂ. നിയമസഭയിൽ പറഞ്ഞാൽ സതീശൻ നെരിവട്ടം പെരുമാറും. മനസ്സിലായില്ലേ? നിയമസഭയിൽ പറഞ്ഞാല് തീർന്ന് വിജയൻ. പിന്നെ അവിടെ വാ മൂടിക്കെട്ടി ഇരിക്കേണ്ടി വരുന്നത് മാത്രമല്ല, പിന്നെ അപ്പുറത്തുനിന്ന് ബാലഗോപാലന്റെ കുത്തും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നിയമസഭയിൽ ഇമാതിരി വർത്താനൊന്നും പറയില്ല. നിയമസഭയിൽ പറഞ്ഞ പൊടുന്നുള്ളതും വിജയൻ അറിയാം. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പച്ച നുണ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ അമുസ്ലിങ്ങളെ നിയമിക്കുന്നു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ നിയമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോ, ഡബിളെ റഹീമും കുഞ്ഞമ്മദ് കുട്ടിയോ ആ ബോർഡിൽ അംഗമായിട്ട് ഇരിക്കുക. ഇവരാരാ മുസ്ലിമാ? ഇവരാണ് മുസ്ലിം, ഇവര് മുസ്ലിമാണ്, ഇവര് വിശ്വാസിയാണ് എന്നുള്ള ഒരു വാദം ഈ റഹീമിനും ഈ കുഞ്ഞമ്മദിനും ഇല്ല. ഉണ്ടോ? റഹീമിനും കുഞ്ഞമ്മദിനും അങ്ങനെ ഒരു വാദം ഉണ്ടോ? ഞങ്ങൾ മുസ്ലിമാണ്, ഞങ്ങൾ ഇസ്ലാം മത വിശ്വാസ പ്രകാരം ജീവിക്കുന്നവരാണ്, ഞങ്ങൾ വിശ്വാസികളാണെന്ന വാദം അവർക്കുണ്ടോ? വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ ഉണ്ടായത്? വിഴിഞ്ഞത്തിന്റെ കാലത്തില് ആദ്യം ദേശാഭിമാനി എഴുതുക എന്ത്? LDF സർക്കാരിന്റെ ദീർഘവീക്ഷണം, പിറ്റേന്ന് പ്ലേറ്റ് മറിച്ച് അല്ലേ? ഇപ്പൊ ടാറ്റയുടെ കാര്യത്തില് ഞാൻ പറയുന്നത് ഇതുപോലെ ഉദാഹരണങ്ങൾ മാത്രം. നിരന്തരമായിട്ട് പറയുന്നത് പച്ചനുണ. ചില ആളുകൾക്ക് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഒരു അബദ്ധം പറ്റും. എങ്ങനെ? അറിവില്ലായ്മ കാരണം ചിലപ്പോ അബദ്ധങ്ങൾ പറയേണ്ടി വന്ന ആളുകളുണ്ടാവും. പക്ഷെ ഇതങ്ങനല്ല. ഇത് വളരെ കൃത്യമായിട്ട് പച്ച നുണയാണെന്ന് ബോധ്യത്തോടുകൂടി 100% ഉറപ്പോടുകൂടി ഞാൻ കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് ബോധപൂർവം നുണകൾ വിളിച്ചു പറയാം. എന്താ ഒരു പ്രശ്നം ഇവിടെ? എന്താ ഒരു പ്രശ്നം? ഇതിന്റെ അടിസ്ഥാനം ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കാരണം ഉണ്ടാവണമല്ലോ. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, സർക്കാരിനെതിരെ ഒരു കാര്യവും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളോ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളോ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നുണകൾ പറഞ്ഞ് സതീശനെതിരെ, UDF സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾക്ക്, അല്ലെങ്കിൽ ഒരു വ്യാജ പ്രചരണങ്ങൾക്ക് ഇവര് ഇറങ്ങി പുറപ്പെടുക. പക്ഷെ ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ സതീശനാണ് ഇരിക്കുന്നത് എന്നല്ലേ. എല്ലാം വിത്തിൻ സെക്കൻഡ് പൊളിഞ്ഞടങ്ങുകയാണ്. ഓരോ വ്യാജങ്ങളും രാവിലെ കൊണ്ടുവരുന്ന വ്യാജങ്ങൾ വൈകുന്നേരമാകുമ്പോൾ പൊളിയും, വൈകുന്നേരം കൊണ്ടുവരുന്നത് പിറ്റേന്ന് രാവിലെ പൊളിയും. സതീശന്റെ കാല് നക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വർഗമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.